നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് ഒരു പേഴ്സാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പേ നിലവിലുണ്ടായിരുന്ന ഒരു പേഴ്സാണിത്. ഇതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത്. അത് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പേ നിലവിലുണ്ടായിരുന്നതാണ്. ഈ പേഴ്സുകൾ എല്ലാം തന്നെ സ്ത്രീ ജനങ്ങൾക്ക് വളരെയേറെ അത്യാവശ്യമുള്ളതാണ്. സ്ത്രീ ജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കയ്യിലൊരു പേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ വസ്തുക്കൾ വയ്ക്കുവാൻ വേണ്ടി ഒരു ഹാൻഡ് കർച്ചീഫ്, മൊബൈൽ ഫോണ്, അതല്ലെങ്കിൽ അവരുടെ മേക്കപ്പ് സാധനങ്ങൾ, ഒരു കണ്ണാടി വരെയുള്ള ഫോണുകൾ, കണ്ണാടി വരെയുള്ള പേഴ്സുകൾ നിലവിലുണ്ട്. ഈ പേഴ്സിനകത്ത് ഒരു കണ്ണാടി വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ കണ്ണാടി നോക്കി പോകുന്ന വഴിക്കും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടുക, കൺമഷി പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ പൗഡർ ഇടുക, മുടി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കണ്ണാടി നോക്കി ചെയ്യുവാൻ വേണ്ടിയിട്ട് കണ്ണാടി വരെ ഫിറ്റ് ചെയ്ത ഒരു പേഴ്സാണിത്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് നിലവിലുണ്ടായിരുന്നതാണ്. ഇന്നത്തെ വിശേഷം ഇതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. സ്ത്രീ ജനങ്ങൾക്ക് പുരുഷന്മാരെ പോലെ പോക്കറ്റുള്ള വസ്ത്രങ്ങളൊന്നുമില്ല. പുരുഷന്മാർക്ക് പേഴ്സും അതുപോലെ പൈസയും എല്ലാം പോക്കറ്റിൽ വയ്ക്കാം. പാൻസിൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വയ്ക്കാം. മൊബൈൽ ഫോണും അവരങ്ങനെ തന്നെയാണ് വയ്ക്കുക. എന്നാൽ സ്ത്രീ ജനങ്ങൾക്ക്, സാരി ഉടുക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് പോക്കറ്റുകളൊന്നും ഇല്ല. അതിനാൽ തന്നെ അവർ കയ്യിലെപ്പോഴും ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു വാനിറ്റി ബാഗ് കരുതാറുണ്ട്. ഈ പേഴ്സിനകത്ത് അല്ലെങ്കിൽ വാനിറ്റി ബാഗിന് ഉള്ളിലാണ് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള യാത്രക്കൂലിയും അതുപോലെ മേക്കപ്പ് സാധനങ്ങളും കർച്ചീഫ് എല്ലാം വയ്ക്കുക. അങ്ങനെ ഇത് വെച്ചുകൊണ്ടാണ് യാത്ര പോവുക. അതിനകത്തല്ലേ എല്ലാ സ്ത്രീകൾക്കും ഒരു പേഴ്സ് ഒരു അവശ്യ വസ്തുവാണ്. ഈ പേഴ്സ് പല പല രൂപങ്ങളിലും ഭാവങ്ങളിലും കാലഘട്ടങ്ങളിൽ മാറി മാറി വരാറുണ്ട്. അങ്ങനെ പല കാലഘട്ടങ്ങളിലായി മാറി മാറി വന്ന പേഴ്സുകളാണ് ഇവയൊക്കെ. അപ്പോൾ ഈ പേഴ്സ് ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്ത്രീജനങ്ങളും കൊണ്ടു നടന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിപ്പം, ചതുരത്തിലും നീളത്തിലും ഉള്ളത് ഇതിങ്ങനെ കഷത്തിൽ വയ്ക്കാം. അങ്ങനെ കഷത്തിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് കഷത്തിൽ അങ്ങനെ മുറുകിയിരിക്കും. പെട്ടെന്ന് ആർക്കും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. അത് കാരണമാണ് ഈ ഒരു പേഴ്സ് നിലവിൽ വന്നത്. അത് വളരെ ട്രെൻഡിങ് ആയി പോയത് കുറേ ഏറെ കാലം. ഇതിനുള്ളിൽ പലതരത്തിലുള്ള അറകളുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിന് കണ്ണാടി വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ നമ്മളുടെ ഫോട്ടോ അല്ലെങ്കിൽ അഡ്രസ്സുകൾ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സൗകര്യമുണ്ട്. ഇത് പലതരം അറകളുണ്ട്. ഇതിന് പല അറകളിലായിട്ട് നമ്മൾക്ക് പൈസയോ അതുപോലെയുള്ള മറ്റുള്ള വസ്തുക്കളോ വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മൊബൈൽ ഫോണും, നമ്മളുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോൺ ഇത്തിരി വലിപ്പം കൂടുതലുള്ളതാണ്. പണ്ടത്തെ മൊബൈൽ ഫോൺ ചെറുതായിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ നീളവും വീതിയും കൂടുതലുള്ളതാണ് സ്മാർട്ട് ഫോൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്മാർട്ട് ഫോണും വയ്ക്കാൻ പറ്റുന്ന ഒരു ഫോൺ, ഒരു പേഴ്സ് ആണ് ഇത്. ഈ പേഴ്സിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു പേഴ്സാണ് ഇത്. അതുപോലെ തന്നെ വീതിയും നീളത്തിലുമുള്ളത്. ഇതിന് തുറക്കുന്ന രീതിയാണ് വ്യത്യാസമുള്ളത്. ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു ഹൂക്കുണ്ട്. ആ ഹൂക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തുറക്കുകയാണ് ചെയ്യുക. അത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിന് അകത്ത് അധികം കള്ളികളുണ്ട്. ഇതിന് ഇഷ്ടം പോലെ കള്ളികൾ ഇതിനകത്ത് പൈസ വെക്കാനും മറ്റുള്ള പേപ്പറുകൾ വയ്ക്കാനുമായിട്ടുള്ള കള്ളികളുണ്ട്. അപ്പം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ബാങ്കിൽ നിന്ന് ഒക്കെ പൈസ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നോട്ട് കെട്ടുകൾ മടക്കാതെ അവിടെ നിന്ന് കിട്ടുന്ന നോട്ട് അതുപോലെ തന്നെ പേഴ്സുകളിൽ ഇങ്ങനെ അടുക്കി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോട്ട് മടക്കാതെ തന്നെ ഇതിനകത്ത് അടുക്കി വെക്കാനുള്ള സൗകര്യമുണ്ട്. അത് കാരണം ഇത്രയും നീളത്തിലുള്ള കള്ളികൾ ഇതിന് ഉള്ളത് കാരണം. അപ്പോൾ ചില ആൾക്കാരുടെ സ്വഭാവമാണ് അങ്ങനെ നോട്ട് കെട്ടുകൾ മടക്കി ചുട്ടിക്കൂട്ടി വയ്ക്കാതെ അതുപോലെ തന്നെ നീളത്തിൽ വയ്ക്കുക എന്നത്.
അതുപോലെ തന്നെ എന്തെങ്കിലും വളരെ അത്യാവശ്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറുകളാകട്ടെ, എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഒക്കെ മടക്കുവാൻ സാധിക്കാത്തവ അങ്ങനെ നമ്മൾക്ക് ഇതുപോലെ നീളത്തിൽ തന്നെ ഇതിനകത്ത് വയ്ക്കുവാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഒരു പേഴ്സ്, ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു പേഴ്സ് ആണ്. ഇത് ഇങ്ങനെ ഇതിനകത്ത് ഹുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായി കിട്ടും. ലോക്കായി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പ്രയാസമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സും നമ്മൾക്ക് ഒന്നുകിൽ നമ്മൾക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ പിടിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ കക്ഷത്തിൽ വയ്ക്കാം. അങ്ങനെ കക്ഷത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫാവും, നമ്മളുടെ കൈയൊക്കെ ഫ്രീ ആയിട്ട് നടക്കും ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കക്ഷത്തിൽ വയ്ക്കാവുന്ന പോലെ ഉള്ള ഇത് ഈ പേഴ്സുകൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന 2 തരം പേഴ്സുകളാണ്. നീളവും വീതിയും കൂടുതലുള്ള പേഴ്സുകൾ, കക്ഷത്തിൽ വയ്ക്കാവുന്ന പേഴ്സുകൾ, അതുപോലെ തന്നെ കയ്യിലും വയ്ക്കാവുന്ന പേഴ്സുകൾ. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.